8 വർഷത്തിനുള്ളിൽ 16 പതിപ്പുകൾ പിന്നിട്ട വാസവദത്ത എന്ന നോവലിൻ്റെ രണ്ടാം ഭാഗമാണ് സർവജ്ഞപീഠം. മലയാറ്റൂർ ലിറ്റററി പ്രൈസ് ലഭിച്ച ഈ നോവൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തുകയും ഐക്യരാഷ്ട്രസഭയുടെ വാഷിങ്ടണിലെ മന്ദിരത്തിൽ വെച്ച് പ്രകാശനം ചെയ്യപ്പെടുകയും ചെയ്തു. വാസവദത്ത എന്ന നോവലിൻ്റെ കഥാന്ത്യത്തിൽ കഥാനായികയായ വാസവദത്ത അകാല ചരമം പ്രാപിക്കുകയാണ്. എന്നാൽ വാസവദത്തയുടെ കഥ ഒരിക്കലും അവസാനിക്കത്തില്ല. ഉത്തരയുടെയും ബുദ്ധഭിക്ഷുവായ ഉപഗുപ്തൻ്റെയും മനസ്സിലൂടെ അവൾ അമർത്യതയിലേക്ക് നയിക്കപ്പെടുകയാണ്. സർവജ്ഞപീഠം എന്ന നോവൽ ഈ സവിശേഷമായ അവസ്ഥയെ അടയാളപ്പെടുത്തുന്ന കൃതിയാണ്. നോവലിൻ്റെ ആദ്യ അധ്യായം ഇവിടെ വായിക്കപ്പെടുന്നു. സർവജ്ഞപീഠം. ഉണർവിനും ഉറക്കത്തിനും മധ്യേയുള്ള ആശങ്കയുടെയും അനിശ്ചിതത്വത്തിൻ്റെയും തൃശങ്കുവിലായിരുന്നു ഉത്തരയുടെ മനസ്സ്. പ്രത്യക്ഷത്തിൽ ജീവിതം തനിക്ക് കരുതലാമലകം പോലെ അനായാസം, സുന്ദരം. കോടികൾ വിലമതിക്കുന്ന രത്നങ്ങളും സ്വർണവുമാണ് വാസവദത്ത തനിക്ക് സമ്മാനിച്ചിരിക്കുന്നത്. വസ്തുവകകൾ വേറെ. തൻ്റെ ജീവിതം സുഭിക്ഷമാക്കാനുള്ള എല്ലാം ചെയ്തു വച്ചിട്ടാണ് അവൾ യാത്രയായിരിക്കുന്നത്. കാലശേഷം തനിക്കുള്ള സ്ഥാവര ജംഗമ വസ്തുക്കളെല്ലാം ഉത്തരയ്ക്കെന്ന് ഓലയിൽ വിൽപ്പത്രവും എഴുതി വച്ചിട്ടുണ്ട്. വീട്ടിലെല്ലാവരും ഉത്സാഹത്തിമിർപ്പിലാണ്. എത്രയും വേഗം വാസവയുടെ മാളികയിലേക്ക് താമസം മാറ്റണം. അല്ലെങ്കിൽ അത് വിറ്റ് കിട്ടുന്ന പണം കൊണ്ട് പുതിയൊരു മാളിക നാട്ടിൽ തന്നെ വാങ്ങണം. പക്ഷേ തൻ്റെ സന്തോഷം അതിലൊന്നുമായിരുന്നില്ല. ഉടപ്പിറന്നവർക്കില്ലാത്ത അകളങ്കമായ സ്നേഹം കൊണ്ട് തൻ്റെ മനസ്സ് കവർന്നെടുക്കുകയായിരുന്നു വാസവ. അവൾ സമ്മാനിച്ച സമ്പന്നത അതിന് പകരമാവില്ല. അച്ഛനും അമ്മയും ചേച്ചിയും അനുജത്തിയും അടക്കം വീട്ടിലെല്ലാവരും മാറി മാറി നിർബന്ധിച്ചിട്ടും ഉത്തര ജലപാനം കഴിച്ചിട്ടില്ല. വാസവ മണ്ണോട് മണ്ണായിട്ട് ഇത് 3-ാം ദിവസം. പക്ഷെ നാളുകൾ പിന്നിടും തോറും കൂടുതൽ തിളക്കത്തോടെ അവളുടെ ആ സ്നേഹസ്മിതം ഉത്തരയുടെ മനസ്സിൽ തെളിഞ്ഞ് വിളങ്ങുകയാണ്. വിസ്മൃതിയുടെ ആഴക്കയത്തിൽ തള്ളാൻ അവൾ ആവുന്നത്ര ശ്രമിച്ചു നോക്കി. മുന്നോട്ടുള്ള പ്രയാണത്തിൽ അത് അനിവാര്യമാണെന്ന് മറ്റാരേക്കാൾ നന്നായി അവൾക്കറിയാം. പക്ഷേ സാധിക്കുന്നില്ല. ഓർമ്മകൾ ചിറകെട്ടിയ തിരകൾ പോലെയാണ്. പ്രതിരോധ കവചങ്ങൾ തൂത്തെറിഞ്ഞ് കൂടുതൽ കരുത്തോടെ തീരത്ത് തലയിട്ടടിക്കും. കടലിലും എത്രയൊക്കെ ശ്രമിച്ചിട്ടും ഒരുപോലെ കണ്ണടയ്ക്കാൻ കഴിയുന്നില്ല. പട്ടിണിയും ഉറക്കമില്ലായ്മയും അവളെ ആകെ തളർത്തി. പലപ്പോഴും ഭ്രാന്ത് പിടിക്കും പോലെ തോന്നും. വാസവദത്ത എത്രമേൽ ആഴത്തിൽ തന്നെ ആവേശിച്ചിരുന്നുവെന്ന് ഇപ്പോഴാണ് പൂർണ്ണ ബോധ്യമായത്. നഷ്ടപ്പെടുമ്പോഴാണ് കയ്യിലുള്ളതിൻ്റെ വിലയറിയുന്നത്. അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ആഴത്തിലും. വാസവ എനിക്കാരായിരുന്നു? ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഒരു കുടുംബത്തിന് രാജകീയ സുഖസൗകര്യങ്ങൾ ദാനമായി നൽകിയ മഹാമനസ്കയോ? അല്ല, അതിനുമപ്പുറം അവൾ തൻ്റെ ആത്മാവിൻ്റെ മറുപാതിയായിരുന്നു. ഉടപ്പിറന്നവർക്ക് അജ്ഞാതമായ സഹോദരി സ്നേഹം പകർന്നു തന്ന വാസവ. അങ്ങനെയൊരാൾ ഈ ഭൂമിയിൽ ഉണ്ടാവുമോ? ആരും അവളെ സ്നേഹിച്ചില്ല. എല്ലാവർക്കും അവളൊരു ശരീരം മാത്രമായിരുന്നു. ചങ്ക് പറിച്ചു കൊടുത്ത് സ്നേഹിച്ച മാണിക്കന് വിലപേശി വിൽക്കാൻ പാകത്തിൽ മാംസളമായ ഒരു ഉടൽ. കൂടിയ വിലയ്ക്ക് മറിച്ചു വിൽക്കാൻ സീട്ടുവിനും അവൾ ജീവനുള്ള മാംസപിണ്ഡം മാത്രം. കൊഴുപ്പ് കണ്ട് അടുത്തു കൂടിയവർ ആരും അവളുടെ മനസ്സ് കണ്ടില്ല. അവർ പൊന്നിന് വില നൽകി സ്വന്തമാക്കിയതത്രയും ആ ശരീരം മാത്രമായിരുന്നു. അതിൻ്റെ സ്നിഗ്ധതകളിലും നിമ്നോന്നതങ്ങളിലും ആഴ്ന്നിറങ്ങുക എന്നതിനപ്പുറം അവർ അവളെ സ്നേഹിച്ചില്ല, താലോലിച്ചില്ല. അവളുടെ മനസ്സ് കണ്ടില്ല. വ്യഥിതമായ ഒരാത്മാവിൻ്റെ തേങ്ങലുകൾ ആരും കേട്ടില്ല. അവർക്ക് അതിനുള്ള ബാധ്യതയുമില്ല. എന്നാൽ താൻ അങ്ങനെയായിരുന്നില്ല. ജനിക്കാതെ പോയ ഒരു കൂടപ്പിറപ്പായിരുന്നു തനിക്ക് വാസവദത്ത. പരിചയപ്പെട്ട നാൾ മുതൽ അവസാന ശ്വാസം വരെ അതങ്ങനെ തന്നെയായിരുന്നു. അവൾ ഈ ഭൂമിയുടെ വെളിച്ചത്തിൽ നിന്ന് അകന്നു പോയിട്ടും
തൻ്റെ മനസ്സിൽ ആ വിളക്ക് അണഞ്ഞിട്ടില്ല. തന്നെ മുന്നോട്ട് നയിക്കുന്നതും ചലിപ്പിക്കുന്നതും അവളാണ്, അവൾ മാത്രം. ആരാണ് തന്നെ ഉള്ളറിഞ്ഞ് സ്നേഹിച്ചിട്ടുള്ളത്? സ്വന്തം കുടുംബത്തിന് അഷ്ടിക്ക് വകയുണ്ടാക്കാനുള്ള ഉപകരണം മാത്രമായിരുന്നു ഉത്തര. മാതാപിതാക്കൾക്ക് പോലും ഉത്തര ഉണ്ടോ എന്ന് ആരും അന്വേഷിച്ചില്ല. ഉറങ്ങിയോ എന്നും ആരും തിരക്കിയില്ല. എല്ലാവർക്കും അവരവരുടെ സുഖങ്ങൾ മാത്രമായിരുന്നു പ്രധാനം. ആ തിരിച്ചറിവിൻ്റെ ഇച്ഛാഭംഗത്തിൽ പിടഞ്ഞ മനസ്സിൽ പുരട്ടിയ ലേപനമായിരുന്നു വാസവദത്ത. അവളില്ലാതെ, അവളെ ഓർക്കാതെ ഒരു ദിവസം പോലും കഴിച്ചുകൂട്ടാൻ തനിക്കാവില്ല. ജ്വരം പിടിച്ച് വിറച്ച ആ രാത്രി ഇന്നും നന്ദിയോടെ ഓർക്കുന്നു. അന്നും നല്ല മഴയുണ്ടായിരുന്നു, തണുപ്പുണ്ടായിരുന്നു. പ്രമാണി വീട്ടിലുണ്ടായിട്ടും അയാൾ ഇരമണക്കുന്ന ചെന്നായെപ്പോലെ പിന്നാലെ നിന്നിട്ടും അതൊന്നും വകവയ്ക്കാതെ ഒരു ക്ഷമാപണവും പറഞ്ഞ് വിളക്കുവോളം നെറ്റിയിൽ തുണി നനച്ചിട്ടും മരുന്നുകൾ വായിലൊഴിച്ചു തന്നും തൻ്റെ കിടക്കക്കരികെ കൂട്ടിരുന്ന വാസവ. പ്രമാണി കലഹിക്കുമെന്നും അദ്ദേഹത്തെ മുഷിപ്പിക്കരുതെന്നും സഹായത്തിന് ബാല്യക്കാരുണ്ടെന്നും പല കുറി ഓർമ്മപ്പെടുത്തിയിട്ടും ഒരു നിമിഷം തൻ്റെ ചാരത്ത് നിന്ന് മാറിയില്ല വാസവ. അകളങ്കമായ സ്നേഹം, ഹൃദയത്തിൻ്റെ അഗാധതയിൽ നിന്നുരുവായ സ്നേഹം. സ്നേഹത്തിന് അങ്ങനെയൊരു തലമുണ്ടെന്ന് ആദ്യമായി ബോധ്യപ്പെടുത്തിയത് വാസവദത്തയാണ്. അങ്ങനെയൊരാളെ മരണത്തിലൂടെ വിസ്മൃതിയിൽ തള്ളാൻ തനിക്കാവുമോ? ഇല്ല. മരണം ഭൗതിക സാന്നിധ്യത്തിൻ്റെ അഭാവം മാത്രമാണ്. അതിനുമപ്പുറം അവൾ ജീവിക്കുന്നു. ഓർമ്മകളിലൂടെ, തന്നിലേക്ക് പകർന്നു തന്ന നാനാമുഖമായ വികാരങ്ങളിലൂടെ. സ്നേഹം, കാരുണ്യം, സാന്ത്വനം, കരുതൽ, പരിഗണന. എന്തായിരുന്നു തനിക്ക് വാസവദത്ത? എല്ലാമായിരുന്നു. കൃത്യമായി നിർവചിച്ചറിയാനാവാത്ത വിധം എല്ലാം. പലരും പരിഹസിച്ചിട്ടുണ്ട് മാളിക വീടിൻ്റെ അകത്തളങ്ങളിലെ അടക്കം പറച്ചിലുകൾ. പല കാതുകളും അറിഞ്ഞ് തൻ്റെ ചെവിയിലും എത്തിയിട്ടുണ്ട്. സ്വർഗാനുരാഗത്തിൻ്റെ സാധ്യതകൾ പോലും തങ്ങളിൽ സംശയിച്ചവരുണ്ട്. ഒരിക്കൽ അതേക്കുറിച്ച് സൂചിപ്പിച്ചപ്പോൾ വാസവ ചിരിച്ചു. എനിക്ക് ലഭിക്കാത്ത അനുഭൂതികളിലെന്ന് അവൾക്കറിയില്ലല്ലോ. നീ എനിക്ക് നൽകുന്നത് അതിനൊക്കെ അപ്പുറം നിൽക്കുന്ന ഒരനുഭൂതിയാണ്. എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ ദേവസേന. അവൾ പോലും എന്നെ ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല. തിരിച്ച് ഞാനും. ഉത്തര തനിക്ക് അനുജത്തിയാണെന്ന് അതുവരെ പറയാതെ പറഞ്ഞ വാസവ അന്നത് പ്രകടമായി തന്നെ അറിയിച്ചു. ആ നിമിഷം താൻ അനുഭവിച്ച ചാരിതാർത്ഥ്യം അവാച്യമായിരുന്നു, അവർണ്ണനീയമായിരുന്നു. ഉപാധികളില്ലാതെ സ്നേഹിക്കാൻ ഒരാളുണ്ടാകുമ്പോഴാണ് മനുഷ്യജന്മം സഫലമാകുന്നത്, ധന്യമാകുന്നത്. പുലർച്ചക്കൊഴികൾ നീട്ടിക്കൂവുമ്പോൾ ഒരു നടുക്കത്തോടെ ഉത്തര ശ്രദ്ധിച്ചു. സൂര്യകിരണങ്ങളുടെ നേർത്ത പാളികൾ ജനാലയിലൂടെ പതുക്കെ അകത്തേക്ക് മുഖം കാണിക്കുന്നു. ഈർക്കിലിച്ചൂലുകൊണ്ട് അമ്മ മുറ്റമടിക്കുന്ന ശബ്ദം കേൾക്കാം. ഒരു രാത്രി ഒഴുകി മാഞ്ഞു നിറഞ്ഞില്ല. സമയം ചിലപ്പോൾ ഉച്ചനെ പോലെയാണ്, ചിലപ്പോൾ മാനിനെ പോലെയും. കണ്ണടച്ച് തുറക്കും വേഗത്തിൽ കടന്നുപോകും. താനിപ്പോൾ സമയത്തെക്കുറിച്ച് തീരെ ബോധവതിയല്ല. മനസ്സ് നിറയെ വാസവദത്തയാണ്. ആ മാളിക വീട്, അതിൻ്റെ കുളക്കൽ പടവുകൾ, വെണ്ണക്കൽ മണ്ഡപം, സപ്രപഞ്ചക്കട്ടിൽ, ആട്ടുകട്ടിൽ, പൂജാമുറി, പടിക്കെട്ടുകൾ എല്ലാം ഒരു രേഖാചിത്രം പോലെ മനസ്സിൽ ആരോ കോറിയിട്ടിരിക്കുന്നു. പെട്ടെന്നെന്തോ ഓർമ്മ വന്നതുപോലെ ഉത്തരം മെല്ലെ എണീറ്റ് മുറിയുടെ കോണിലിരുന്ന ഇരുമ്പ് പെട്ടി തുറന്നു. ചുവന്ന വീരാളിപ്പട്ടിൽ പൊതിഞ്ഞ എണ്ണഛായാചിത്രം പൊടിതട്ടിക്കളഞ്ഞ് എടുത്ത് നിർനിമേഷയായി നോക്കി. വാസവയുടെ ജീവസുറ്റുമുഖം. അജ്ഞാതനായ ഏതോ കലാകാരൻ്റെ കരവിരുത്. അവൻ മനുഷ്യനെ മരണമില്ലാത്തവനാക്കുന്നു. ഇനി എത്ര കഴിഞ്ഞാലും ഉലയാതെ ഉടയാതെ ചാന്ദ്രിക ശോഭയോടെ ഈ രൂപഭാവങ്ങൾ ഇങ്ങനെ തന്നെ നിലനിൽക്കും. ഉത്തരം മെല്ലെ എണീറ്റ് ചുവരിൽ ആണിയടിച്ച് തൂക്കിയിരുന്ന ഒരു അലങ്കാര ചിത്രം എടുത്തുമാറ്റി തൽസ്ഥാനത്ത് വാസവയുടെ ചിത്രം പ്രതിഷ്ഠിച്ചു. ഉത്തര, എന്ത് അസംബന്ധമാണ് നീ കാണിക്കുന്നത്? കണ്ണിൽ കണ്ടവനൊക്കെ കിടന്നു കൊടുക്കുന്ന ഒരു പടുവീശിയുടെ ചിത്രം വീടിൻ്റെ ചുവരിൽ തൂക്കുകയോ? ഇവളാര് ദേവിയോ? ഉച്ചത്തിൽ അലറിക്കൊണ്ടാണ് ജ്യേഷ്ഠത്തി കയറി വന്നത്. ഉത്തര പുച്ഛത്തോടെ ചിരിച്ചു. അതെ, ദേവി, ഒരർത്ഥത്തിൽ അന്നദാതാവ്. നീയും ഞാനും ഈ വീട്ടിലുള്ള ഓരോരുത്തരും അനുഭവിക്കുന്ന സുഖസൗകര്യങ്ങളെല്ലാം തന്ന് അനുഗ്രഹിച്ച ദേവത. അനസൂയ ഒന്ന് പതറി. എന്നാര് പറഞ്ഞു? നീ പണിയെടുത്തു,
അവൾ അതിന് കൂലി തന്നു. അതിനപ്പുറം നിനക്കവളുമായി എന്ത് ബന്ധം? ബന്ധം പറഞ്ഞാൽ ഏടത്തിക്ക് മനസ്സിലാവില്ല. പിന്നെ കൂലിയുടെ കണക്ക്. ബാല്യക്കാരിക്ക് ഏത് യജമാനത്തെയാണ് കോടികൾ ദാനം നൽകുക? അങ്ങനെയൊരു നിയമം ഏത് പുസ്തകത്തിലാണുള്ളത്? ഇതിലെന്ത് നിയമം? ബന്ധുമിത്രാദികളില്ലാത്തവൾ ചത്തു മണ്ണടിഞ്ഞപ്പോൾ സ്വത്തുക്കൾ കൂടെയുള്ളവർക്ക് ലഭിക്കുക സാമാന്യനീതി. ബന്ധുക്കളില്ലാത്തവളല്ല വാസവ. തന്നെയല്ല, മരിക്കുന്നതിനും എത്രയോ മുൻപ് സ്വത്തുക്കൾ എൻ്റെ പേരിൽ എഴുതി വച്ചിരുന്നു. പാവം. ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ നല്ലത് തന്നെ. പക്ഷേ ഈ വീട്ടിൽ നിന്നെ കൂടാതെ മറ്റു ചില ആത്മാക്കൾ കൂടിയുണ്ട്. കുലടയെ ദേവിയായി ആരാധിക്കാൻ മാത്രം വിശാലഹൃദയമൊന്നും ഞങ്ങൾക്കില്ല. ഉണ്ടെങ്കിൽ അമ്മ പറയട്ടെ. കലഹം കേട്ടുകൊണ്ട് പടികേറി വന്ന രാജമല്ലികയെ വളകലിക്കത്തിൽ നിന്ന് തന്നെ അനസൂയ തിരിച്ചറിഞ്ഞിരുന്നു. അമ്മ പറയ്, ഇവൾ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ ശരിയോ? ഉത്തര പ്രതീക്ഷയറ്റവളെപ്പോലെ മല്ലികയെ നോക്കി. അവർ അനുനയത്തിൻ്റെ ഭാഷ്യത്തിൽ അവളുടെ തോളത്ത് സ്പർശിച്ച് ശബ്ദം പരമാവധി പരിമിതപ്പെടുത്തി പറഞ്ഞു, നിനക്ക് വാസവയോടുള്ള സ്നേഹം അമ്മയ്ക്കറിയാം. പക്ഷേ വിവാഹാലോചനകൾ നടക്കുന്ന വീടാണിത്. നമ്മുടെയും അവരുടെയും ബന്ധുക്കൾ കയറിയിറങ്ങുമ്പോൾ ഈ ചിത്രം അത്ര ശുഭമല്ല. ഉത്തര അതിന് മറുപടി പറയാതെ നിറകണ്ണുകളോടെ പുറത്തേക്ക് നോക്കി. ചെടിപ്പടർപ്പുകൾക്കിടയിലൂടെ പല നിറങ്ങളിൽ ഒരു പെണ്ണൊന്ത് ചാടിച്ചാടി കളിക്കുന്നത് കണ്ടു. അവൾക്ക് ആത്മപരിഹാസം നിറഞ്ഞ ഒരു ചിരി വന്നു. അവൾ ഓന്തിനെ മറന്ന് മരത്തിലൂടെ ഊർന്നിറങ്ങുന്ന അണ്ണാറക്കണ്ണനിലേക്ക് നോട്ടം മാറ്റി. അമ്മ തന്നെ ആണിയിൽ നിന്ന് ചിത്രമിളക്കി ചെമ്പട്ടിൽ ഭദ്രമായി പൊതിഞ്ഞ് ഇരുമ്പ് പെട്ടിയിൽ വെച്ചടച്ചു. നന്ദി എത്ര മഹനീയ വികാരമാണെന്ന് ഉത്തര ഓർത്തു. നന്ദിയില്ലായ്മയും. വെയിൽ മൂക്കും മുൻപ് വാസവ പതിവായി സഞ്ചരിക്കാറുള്ള രഥത്തിലാണ് ഉത്തരയും കുടുംബവും മാളിക വീട്ടിലേക്ക് പോയത്. പരിചാരകർ പുതു യജമാനത്തിയെ യഥോചിതം സ്വീകരിച്ചു. വാസവയ്ക്ക് നൽകിയിരുന്ന അതേ സ്നേഹാദരങ്ങൾ അവർ അവൾക്ക് നൽകി. എല്ലാം പണത്തിൻ്റെ പേരിലുള്ള കാട്ടിക്കൂട്ടലുകൾ മാത്രമാണെന്ന് അവൾക്ക് ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. കച്ചൻ്റെ മരണത്തിൻ്റെ ദുരൂഹത നീക്കാൻ രാജഭടന്മാരെ സഹായിച്ച ഒറ്റുകാരാണ് പലരും. ഇപ്പോൾ വിളക്ക് ചിരിച്ച് ബഹുമാനം കാണിക്കുന്നു. സ്വത്തുവകകൾ തൻ്റെ പേർക്ക് എഴുതി വച്ചിരിക്കുന്നു എന്ന പുതിയ തിരിച്ചറിവിൻ്റെ ബാക്കി പത്രങ്ങളാണ് എല്ലാം. വിശ്വസ്തനായ കാര്യസ്ഥൻ ബലരാമൻ ഒഴികെ മറ്റെല്ലാവരെയും തൽക്കാലം പിരിച്ചുവിടുകയാണ് ഉത്തര ആദ്യം ചെയ്തത്. ബലരാമൻ ആകാംക്ഷയുടെ കാരണം തിരക്കി. ഹാളും അർത്ഥവും പരിചാരകരും ഞങ്ങൾക്ക് ശീലമില്ല. ഞങ്ങൾ സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്നവരാണ്. ഈ മാളിക പോലും വിൽക്കാനാണ് തീരുമാനം. ഞങ്ങളുടെ താമസം നാട്ടിലെ ആ പഴയ തറവാട്ടിൽ തന്നെ. അനസൂയയുടെ മുഖം നിരാശ കൊണ്ട് കൂടുന്നത് ഉത്തര ശ്രദ്ധിച്ചു. പ്രിയംവദയ്ക്കും അതുതന്നെയാണ് മോഹമെന്ന് അവരുടെ മുഖഭാവം വിളിച്ചു പറയുന്നുണ്ട്. അനസൂയ അമ്മയുടെ കാതിൽ എന്തോ മന്ത്രിക്കുന്നത് കണ്ടു. മല്ലിക എന്തോ പറയാൻ നാവ് ഉയർത്തിയതും ഉത്തര അപകടം മണത്തു. അതിനെ പ്രതിരോധിക്കാൻ എന്നോണം അവൾ ഉത്തരവിട്ടു, ബലരാമന് പോകാം. അപ്പോൾ എല്ലാം നമ്മൾ നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ. ബലരാമൻ നടന്നു. പാദപതനം പടിക്കെട്ടുകളിൽ താളനിബദ്ധമായി. പ്രിയംവദ കൊഞ്ചിക്കുഴച്ചുമെന്ന് ഉത്തരയുടെ ചുമലിൽ തൊട്ടു. എന്തു ഭംഗിയാണ് ചേച്ചി ഈ കൊട്ടാരത്തിന്. നമുക്കിവിടെ താമസിക്കാം. വേണ്ട. ഉത്തരയുടെ സ്വരത്തിലെ ദൃഢത തിരിച്ചറിഞ്ഞ് ആവേഗമാർന്ന നെഞ്ചിടിപ്പുകളോടെ മല്ലിക മകളെ നോക്കി. കുലടിയുടെ കൊട്ടാരത്തിൽ അധിവസിക്കുന്നത് കുലമഹിമയ്ക്ക് ചേർന്നതല്ല. ബന്ധുത കൂടാൻ വരുന്നവർക്ക് അത് അപമാനമായി തോന്നും. ഇത്രയും സമ്പത്തുള്ളപ്പോൾ ആളുകൾ അതൊക്കെ നോക്കുമോ? മല്ലിക അനുരഞ്ജനത്തിനായി ന്യായം പറഞ്ഞു. നോക്കും. പണമല്ല, മാനമാണ് വലുത്. ചുരുങ്ങിയ പക്ഷം നിങ്ങൾക്കെങ്കിലും. മല്ലിക പിന്നെ തർക്കത്തിന് നിന്നില്ല. ഉത്തരയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ പ്രധാനമാണ്. അവളാണ് കുടുംബത്തിൽ പ്രധാനി. അച്ഛൻ മരണത്തിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന കുലവാഴയാണ്. ഏത് നിമിഷവും ആ ചുമൽ നഷ്ടപ്പെടാം. അതുണ്ടായിട്ടും കാര്യമില്ല. ഉത്തരയുടെ ഔദാര്യത്തിൽ ജീവിക്കുന്ന ഒരു പരാന്ന ഭോജി. കൂടെ വരാൻ നിർബന്ധം ചെലുത്തിയിട്ടും ഒപ്പം കൂട്ടിയില്ല. പടികൾ കയറാൻ 4 കൈ സഹായം വേണം. നാശം അവിടെ എവിടെയെങ്കിലും കിടക്കട്ടെ. രഥചക്രങ്ങൾ മാളിക വീടിൻ്റെ കവാടം കടക്കുമ്പോൾ അനസൂയ ഇച്ഛാഭംഗത്തോടെ തിരിഞ്ഞ് ഒരിക്കൽ കൂടി ആ സൗധത്തെ നോക്കി. അഭിസാരികയാവുന്നതിലും തെറ്റില്ലെന്ന് ഒരു നിമിഷം മനസ്സ് അവളോട് പറഞ്ഞു. ജീവിതത്തിൻ്റെ സൗന്ദര്യം ധനധാന്യ സമൃദ്ധിയിലാണ്, ആഡംബരങ്ങളുടെ ആഹ്ലാദങ്ങളിലാണ്. അനർഗളമായ വാഗ്ധോരണി പോലെ, നിർവിഘ്നം ഒഴുകുന്ന നദി പോലെ ജീവിതത്തിൻ്റെ താളക്രമം അനായാസമാക്കാൻ കണക്കില്ലാത്ത പണം വേണം.
പരിധികളില്ലാത്ത സമ്പത്ത്, സ്വർണം, രത്നങ്ങൾ. ആഹാ, അവൾ നെടുവീർപ്പിട്ടു. സാരഥിയുടെ ചാട്ടവാർ വായുവിൽ പുളഞ്ഞു. കുതിരകൾ മുൻകാലുകൾ പൊക്കി കഴിയുന്നത്ര വേഗത്തിൽ കുതിച്ചു. മറ്റൊരു സന്ധ്യയെ ലക്ഷ്യമാക്കി രഥം നഗരചത്തുരങ്ങൾ പിന്നിട്ട് ഉത്തരയുടെ ഗ്രാമത്തിലേക്ക് കുതിച്ചു. സൂര്യൻ മെല്ലെ പടിഞ്ഞാറ് ചാഞ്ഞു. വെയിൽ വീഴുകയായിരുന്നു. ഇരുട്ട് പടരുകയും.